ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ വൈകിയെന്നാരോപിച്ച് ഷൊർണൂർ സ്വദേശിനി രംഗത്ത്. ഗുരുതര പരിക്കുകളുമായി എത്തിയ തന്നോട് PPE കിറ്റ് വാങ്ങിവരാൻ ആവശ്യപ്പെട്ടതായും യുവതി പരാതിപ്പെടുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ വീഴ്ചയെന്ന പരാതി. കാലിന് പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ ഷൊർണൂർ സ്വദേശിനിയായ യുവതിയാണ് ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഇന്നലെ ഞാൻ മുനിസിപ്പാലിറ്റി ജീവനക്കാരിയാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് 12 മണി വരെ ഡ്യൂട്ടി ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് ബൈക്കിൽ കയറിയിട്ട് പോരുമ്പോ അവിടെ തന്നെ ഒരു തിട്ടുണ്ട്, അതിന് കാല് കൊണ്ടു വണ്ടിയിൽ നിന്ന്. ഷൂ ഉണ്ടായിരുന്നു, ഷൂവിന്റെ ഉള്ളില് പെട്ടിട്ട് അത് ഇങ്ങോട്ട് ഇതായി വരില്ലേ, എന്നിട്ടത് അവിടെ നെഗൊക്കെ പൊട്ടി നടു പൊളിഞ്ഞ പോലെ. എന്നിട്ട് ഞങ്ങൾ നേരെ കുന്നുംപുറ ഹോസ്പിറ്റലിൽ പോയി. കുന്നുംപുറ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു നേരെ ഓട്ടുപാറ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയ പോലെ ചോദിച്ചപ്പോൾ അവിടെ സർജൻ ഉണ്ടാവില്ല പറഞ്ഞു. അപ്പോൾ നേരെ ഞങ്ങൾ ഓട്ടുപാറ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴും സർജൻ ഇല്ല. അവിടെ 12:30 വരെയുള്ളൂ. എന്നിട്ട് നേരെ ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി, അത്താണി അവിടേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ പോയി കാഷ്വാലിറ്റി കയറി. കാഷ്വാലിറ്റിയിൽ നിന്ന് അവർ OP ടിക്കറ്റ് ഒക്കെ എടുത്ത് ഡോക്ടറെ കണ്ട് നേരെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 2:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് 2:30 മണി ഉണ്ടാവും. എന്നിട്ട് അത് കഴിഞ്ഞ് എക്സ്റേ എടുത്തു. അങ്ങനെ ഓരോ ടെസ്റ്റും പറഞ്ഞ് രാത്രി 9 മണിയായിട്ട് ഒന്നും ചീണ് കാണാനില്ല. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഓരോന്ന് പറയുമ്പോഴും അവര് തിരക്കുകൾ കഴിയട്ടെ എന്നിട്ട് ചെയ്തു തരാന്നാ പറയണേ. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് 10-11 മണിയായപ്പോൾ ഞങ്ങള് സർജറി ചെയ്യണതിന്റെ അപ്പുറത്തെ ഒരു റൂമുണ്ട്, അവിടെ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ 1 മണിക്കൂറോളം കിടന്നിട്ടും ഇവരൊന്നും ചെയ്യണില്ല. എന്നിട്ട് ലാസ്റ്റ് മറ്റേ നിരീക്ഷണ റൂമുണ്ട്, അവിടെ കിടക്കാൻ പറഞ്ഞു. അവിടെ കിടന്നിട്ട് ഹസ്ബൻഡിന്റെ ഫോൺ നമ്പർ മേടിച്ചു. ഞാൻ വിളിക്കാന്ന് പറഞ്ഞു ഡോക്ടർ. എന്നിട്ട് ഞങ്ങള് 11 മണി കഴിഞ്ഞ് 11:30 ആയിട്ടും വിളി കാണാനില്ല. കാലിന്റെ വിരലിൽ എല്ലിന് പൊട്ടലുണ്ടെന്ന് എക്സ്റേയിൽ കണ്ടെത്തിയിട്ടും മണിക്കൂറുകളോളം ചികിത്സ നൽകിയില്ലെന്നാണ് പരാതി. മുറിവ് കെട്ടാനോ രക്തം വാർന്നു പോകുന്നത് തടയാനോ നടപടിയുണ്ടായില്ലെന്നും രാത്രി വൈകുവോളം കാത്തിരിക്കേണ്ടി വന്നതായും യുവതി പറയുന്നു. കൂടാതെ കാലിലെ മുറിവ് പരിശോധിക്കാൻ PPE കിറ്റ് വാങ്ങിക്കൊണ്ടുവരാൻ ഡോക്ടർ നിർദ്ദേശിച്ചതായും യുവതി ആരോപിച്ചു. എന്നാൽ ചികിത്സ വൈകിച്ചിട്ടില്ലെന്നും രക്തപരിശോധന ഫലത്തിനായി കാത്തുനിൽക്കാൻ മാത്രമാണ് നിർദ്ദേശിച്ചതെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് CCV.